നാരായണ 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 ഐനന്ദതനൂജകിങ്കരം പതിതം മാം വിഷമേ ഭവാംബുധൗ കൃപയാ തവ പാദപങ്കജസ്ഥിതധൂളീ സദൃശം വിചിന്തയ. ശ്രീകൃഷ്ണ ജയ ജയ, ശ്രീകൃഷ്ണ ജയ ജയ, ശ്രീകൃഷ്ണ ജയ ജയ. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരകഥയായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായം നമ്മൾ വിചാരം ചെയ്തു വരികയാണ്. അതിൽ 24 ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണ സ്തുതി, ഭീഷ്മകൃതമായ ശ്രീകൃഷ്ണ സ്തുതിയാണ് ഈ അധ്യായത്തിന്റെ പ്രധാനമായ പ്രതിപാദ്യ വിഷയം. അതിനുശേഷം ഭീഷ്മപിതാമഹന്റെ ദേഹത്യാഗവുമാണ്. ഭീഷ്മര് തൻ്റെ അടുത്ത് വന്നു ചേർന്ന യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ചോദിച്ച നിരവധി ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പലതരത്തിലുള്ള ധർമ്മങ്ങളെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ മനസ്താപത്തെ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വ്യാസനും ധൗമ്യനും കൃപരും ശ്രീകൃഷ്ണൻ തന്നെയും പലവിധം ഉപദേശങ്ങൾ കൊടുത്തിട്ടും സമാധാനം ലഭിക്കാത്ത, ശാന്തി ലഭിക്കാത്ത യുധിഷ്ഠിരന് ശാന്തി നൽകാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭീഷ്മർ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു കഥാസന്ദർഭമാണ് മഹാഭാരതത്തിലെ ശാന്തിപർവം. ഈ ശാന്തിപർവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഭാഗവതത്തിൽ ഭീഷ്മരുടെ ഈ വാക്കുകൾ. ഈ രംഗത്തെ വർണ്ണിച്ചുകൊണ്ട് സൂതനാണ് ഇവിടെ പറയുന്നത്. 25-ാമത്തെ ശ്ലോകം നോക്കാം. സൂത ഉവാച യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനം ശരപഞ്ജരേ അപൃച്ഛദ്വിവിധാൻ ധർമാൻ ഋഷീണാമനുശൃണ്വതാം. സൂത ഉവാച യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനം ശരപഞ്ജരേ അപൃച്ഛദ്വിവിധാൻ ധർമാൻ ഋഷീണാമനുശൃണ്വതാം. യുധിഷ്ഠിരഃ തത് ആകർണ്യ ശയാനം ശരപഞ്ജരേ അപൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീണാം അനുശൃണ്വതാം. ഇങ്ങനെയാണ് സന്ധി പിരിക്കേണ്ടത്. ഈ ശ്ലോകത്തിൻ്റെ അന്വയം ഇങ്ങനെയാണ്. സൂതഃ ഉവാച യുധിഷ്ഠിരഃ തത് ആകർണ്യ ശരപഞ്ജരേ ശയാനം വിവിധാൻ ധർമാൻ ഋഷീണാം അനുശൃണ്വതാം അപൃച്ഛത്. യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനം ശരപഞ്ജരേ അപൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീണാമനുശൃണ്വതാം. ഇവിടെ സൂതൻ പറയുന്നു, യുധിഷ്ഠിരഃ തത് ആകർണ്യ, യുധിഷ്ഠിരൻ അത് കേട്ടിട്ട്, അതിനെ കേട്ടിട്ട്, ഏതിനെ കേട്ടിട്ട്? ഭീഷ്മപിതാമഹന്റെ വാക്കുകളെ കേട്ടിട്ട്. ഭീഷ്മപിതാമഹന്റെ വാക്കുകൾ എന്തായിരുന്നു? സാനുകമ്പം വാക്യം എന്നർത്ഥം. പാണ്ഡവരോടും കുന്തിദേവിയോടുമുള്ള അനുകമ്പയോടുകൂടി അദ്ദേഹം പറഞ്ഞ വാക്യങ്ങൾ. പാണ്ഡു എന്ന് പറയുന്ന അതിരഥനായിട്ടുള്ള ചക്രവർത്തിയുടെ പത്നിയായിട്ടും മഹാറാണിയായിട്ട് കഴിയേണ്ടവളായ കുന്തിയും അവരുടെ മക്കളും പലതരം ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വന്നത് സർവം കാലകൃതം മന്യേ, എല്ലാം തന്നെ കാലത്തിൻ്റെ കളിയാണ്, കാലസ്വരൂപിയായ ഈശ്വരൻ്റെ ലീലകളാണ് എന്ന് മാത്രമേ അതിന് മറുപടി പറയാനുള്ളൂ. മറ്റൊന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡവരോട് അദ്ദേഹം ചെയ്തതായ സഹാനുഭൂതി പ്രകടനപരമായ വാക്യങ്ങളെ കേട്ടിട്ട് ശരപഞ്ജരേ ശയാനം, ശരപഞ്ജരം, പഞ്ചരം എന്ന് വെച്ചാൽ കൂട് എന്നാണ് അർത്ഥം. ശരം കൊണ്ടുള്ള കൂട്. ഇവിടെ ശരം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് തറച്ച് കയറി അദ്ദേഹം മലർന്ന് വീഴുകയായിരുന്നു കുരുക്ഷേത്ര ഭൂമിയിൽ. പിറകിൽ അമ്പേക്കാനുള്ള കാരണം അദ്ദേഹം തൻ്റെ മുന്നിൽ ശിഖണ്ഡി വന്ന് അമ്പ ചെയ്യുന്ന ശിഖണ്ഡി വന്ന് നിന്ന സമയത്ത്
താൻ പുരുഷനല്ലാത്ത ഒരാളിനോട് യുദ്ധം ചെയ്യുകയില്ല എന്നുള്ള ഒരു മുൻ തീരുമാനപ്രകാരം അദ്ദേഹം പിന്തിരിഞ്ഞു നിൽക്കുകയും, വാസ്തവത്തിൽ ശിഖണ്ഡി പുരുഷൻ തന്നെയാണ്. ആദ്യം സ്ത്രീയായിരുന്നു, കന്യകയായിരുന്നു. പിന്നെ ചില വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പുരുഷനായി മാറുകയായിരുന്നു. ശിഖണ്ഡി ഒരു വീരപുരുഷനാണ്, നല്ല യോദ്ധാവുമാണ്. അദ്ദേഹം ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട് ജനിച്ച അംബ എന്ന് പറയുന്ന കാശിരാജ കന്യകയുടെ പുനർജന്മവുമാണ്. അപ്പോൾ ശിഖണ്ഡി തന്നെ ഭീഷ്മരുടെ മരണത്തിന് കാരണം ആയി തീരണം എന്നുള്ളത് ഒരു വിധിയുടെ നിശ്ചയമാണ്. അംബ മരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സങ്കല്പം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിഖണ്ഡിയെ കണ്ട സമയത്ത് ആ ശിഖണ്ഡിയോട് അദ്ദേഹത്തിന് ഒരു വെറുപ്പ് അങ്ങനെ ഉണ്ടായി. ആ ശിഖണ്ഡിയെ കണ്ട സമയത്ത് അദ്ദേഹം പിന്തിരിയുകയും, പക്ഷേ ഭീഷ്മർ പിന്തിരിയുന്ന ആ നിമിഷത്തിൻ്റെ ഒരു നിമിഷാർദ്ധം കൊണ്ട് തന്നെ അർജുനൻ്റെ സവ്യസാചിയായിട്ടുള്ള അതിവേഗത്തിൽ, കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ ശരമാരി പെയ്യുന്ന അർജുനൻ്റെ ആ ശരവേഗം കൊണ്ട് ഭീഷ്മരെ ഒന്ന് പുറംതിരിയുന്ന ആ നിമിഷം തന്നെ അർജുനന് പെട്ടെന്ന് നിർത്താൻ പറ്റാത്ത വിധത്തിൽ നൂറുകണക്കിന് ശരം അദ്ദേഹത്തിൻ്റെ പിറകിൽ തറച്ചു കയറി. ഈ ശരങ്ങൾ ഓരോന്നും ഇത് ശിഖണ്ഡിയുടെ ശരങ്ങളല്ല, എൻ്റെ കൊച്ചുമകനായ, എൻ്റെ പൗത്രനായ, വില്ലാളി വീരനായ, സാക്ഷാൽ ധനുർധരനായ അർജുനൻ്റെ അമ്പുകളാണ്. അർജുനൻ്റെ അമ്പുകൾക്ക് മാത്രമേ എൻ്റെ ഈ ഉറച്ച ശരീരത്തെ തുളച്ച് കയറി ആ മറുഭാഗത്തേക്ക് ആ തുളച്ച് വരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ശിഖണ്ഡി എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ട ആളിന് ഇതുപോലെ അമ്പയ്യാൻ സാധിക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മർ ആ യുദ്ധത്തിൽ അദ്ദേഹം മലർന്നു വീഴുന്നത്. അപ്പോൾ തൻ്റെ പൃഷ്ഠഭാഗത്ത് തറഞ്ഞു കയറിയ നൂറുകണക്കിന് ശരങ്ങളോടുകൂടി പിന്നോട്ട് മറിഞ്ഞു വീണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഭൂസ്പർശമുണ്ടായില്ല. ആ ശരങ്ങളുടെ മുകളിലാണ് അദ്ദേഹം കിടക്കുന്നത് പോലെയായി. അതിനെ ശരശയ്യ അല്ലെങ്കിൽ ശരപഞ്ചരം എന്ന് അതിന് ആലങ്കാരികമായിട്ടൊരു പദം വ്യാസന് കൊടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് തല ഉയർത്തി വെക്കാൻ വേണ്ടി അർജുനൻ തന്നെ 3 ശരങ്ങളെ കൊണ്ട് ഒരു മുക്കാലി പോലെ ഉണ്ടാക്കി അദ്ദേഹത്തിന് തലയും കാലും ഒക്കെ ഉയർത്തി വെച്ചു. ഇങ്ങനെയൊക്കെ അവിടെ ചില കാര്യങ്ങളുണ്ടായി. ഇങ്ങനെ ശരപഞ്ചരത്തിൽ ശയാനനായിരിക്കുന്ന കിടക്കുന്നവനായ ആ ഭീഷ്മരോട് വിവിധാൻ ധർമാൻ ഋഷീണാം അനുശൃണ്വതാം അപൃച്ഛത്, അല്ലെങ്കിൽ ഋഷീണാം അനുശൃണ്വതാം വിവിധാൻ ധർമാൻ അപൃച്ഛത്, അങ്ങനെയും അന്വയിക്കാം. അപ്പോൾ ഋഷിമാർ കേട്ടുകൊണ്ടിരിക്കെ, തുടർച്ചയായിട്ട് ഋഷിമാരും കേട്ടുകൊണ്ടിരിക്കെ വിവിധങ്ങളായ ധർമ്മങ്ങളെ അപൃച്ഛത് ചോദിച്ചു എന്നാണ്. ഇതാണ് നല്ല അവസരം. മരിക്കാൻ പോകുന്ന ഭീഷ്മരോട് തനിക്കുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അത് മരിക്കുന്ന ആളിനും ഒരു സുഖമാണ്. ധർമ്മകാര്യങ്ങളെ സംവദിക്കുക. മരണവേദനയെ മറന്നു പോകാനും ആ മരണസമയത്ത് മറ്റുള്ള ലൗകിക കാര്യങ്ങൾ ചിന്തിക്കാതെ ധർമ്മകാര്യങ്ങൾ ചിന്തിക്കാനും ഈശ്വരസ്മൃതി ഉണ്ടാകാനും പറ്റുന്ന രീതിയിൽ അവരോട് ധാർമ്മിക കാര്യങ്ങൾ ചോദിക്കുന്നത് വളരെ ഉചിതമാണ്. മരിക്കുന്ന ആളുകളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു കൃപയാണ്, ദയയാണ് അത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതാണ് യുധിഷ്ഠിരൻ ചെയ്തത്. ശരപഞ്ചരത്തിൽ കിടക്കുന്ന ഭീഷ്മരോട് വിവിധങ്ങളായ ധർമ്മങ്ങളെ ചോദിച്ചു. എന്തൊക്കെ ധർമ്മങ്ങളെയാണ് ചോദിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ, 26ാമത്തെ ശ്ലോകത്തിൽ 26, 27, 28 3 ശ്ലോകങ്ങളിലായിട്ടാണ് ഇവയെക്കുറിച്ച് പറയുന്നത്. 26, 27, 28 ശ്ലോകങ്ങൾ നോക്കുക. ഞാൻ ഓരോ ശ്ലോകമായിട്ട് വായിച്ച് അതിൻ്റെ സന്ധി പിരിച്ച് പറയാം. അതിനുശേഷം അവയെ അന്വയിക്കുകയും ചെയ്യാം. ആദ്യം 3 ശ്ലോകങ്ങളും 2 തവണ വായിച്ച് കേൾപ്പിക്കുക. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാം ആംനാദോഭയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗത ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായാൻ യഥാമുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാമാംനാദോഭയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ
സമാസവ്യാസയോഗത ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായാൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. ഇനി ഇവയുടെ പദച്ഛേദം ചെയ്യാം. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാം ആംനാതോഭയലക്ഷണാൻ. ഇങ്ങനെ ഒരുമിച്ച് തന്നെ നമ്മൾ പദങ്ങൾ, അവയൊക്കെ തന്നെ സമസ്ത പദങ്ങളായതുകൊണ്ടാണ് ഒരുമിച്ച് അവയെ പദച്ഛേദം ചെയ്യാതെ ഇവിടെ അവതരിപ്പിച്ചത്. വൈരാഗ്യം, രാഗം, ഉപാധി മുതലായിട്ടുള്ള പദങ്ങളെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും അവ സമസ്ത പദമാകുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ പദച്ഛേദം ചെയ്യരുത്, ഒരുമിച്ച് തന്നെ അവയെ മനസ്സിലാക്കേണ്ടതാണ്. ദാനധർമാൻ, അടുത്ത ശ്ലോകം. ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശഃ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗതഃ. അടുത്ത ശ്ലോകത്തിൽ ധർമാർത്ഥകാമമോക്ഷാൻ ച സഹ ഉപായാൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. നിരവധി സമസ്തപദങ്ങളെ കൊണ്ട് ബഹുലമാണ് ഈ 3 ശ്ലോകങ്ങൾ. ഞാൻ അവയെ ഒന്നുകൂടി വായിക്കാം. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാമാംനാദോഭയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശഃ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗത ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായാൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. ഇനി അവയുടെ അന്വയം നോക്കാം. ഓരോ ശ്ലോകമായി അന്വയം പറയാം. 26-ാമത്തെ ശ്ലോകം. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാം ആംനാദോഭയലക്ഷണാൻ. അടുത്ത ശ്ലോകത്തിൽ വരുമ്പോൾ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശഃ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗതഃ. അടുത്ത ശ്ലോകത്തിൽ മുനേ, ഹേ മുനേ, സഹോപായാൻ ധർമാർത്ഥകാമമോക്ഷാൻ ച നാനാഖ്യാനേതിഹാസേഷു തത്വവിദ് വർണ്ണയാമാസ. ഇങ്ങനെ 3 ശ്ലോകങ്ങളെയും നമുക്ക് ചേർത്ത് അന്വയിക്കാം. ഇനി നമുക്ക് ഓരോ പദപദാർത്ഥങ്ങൾ നോക്കി അവയെ വിചാരം ചെയ്യാം. പുരുഷസ്വഭാവവിഹിതാൻ എന്ന പദം. പുരുഷസ്വഭാവവിഹിതാൻ, പുരുഷസ്വഭാവത്തെ സംബന്ധിച്ചുള്ളത്, അതായത് നരജാതി സാധാരണാൻ എന്ന് ശ്രീധരാചാര്യർ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ പുരുഷൻ എന്ന വാക്കിന് ഇവിടെ നരജാതിയിൽപ്പെട്ട ആളിനെ സംബന്ധിച്ചാണ് പറയുന്നത്, അല്ലാതെ ഒരു ആണ് എന്ന അർത്ഥത്തിലല്ല, മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നരജാതി സാധാരണൻ, സാധാരണ മനുഷ്യൻ, ഒരു കോമൺ മാൻ, ഒരു സാധാരണ മനുഷ്യൻ, ഒരു പ്രത്യേക ഓരോ മനുഷ്യനും മനുഷ്യവിശേഷം ആയിട്ടുള്ളവനും വിധിച്ചിരിക്കുന്നതായ ധർമ്മങ്ങളെ എന്നർത്ഥം. പുരുഷന്മാർക്ക് സ്വഭാവത്താൽ ലഭിച്ചത്, അതായത് പുരുഷ സ്വഭാവവിഹിതാൻ, സ്വഭാവേന സ്വഭാവം, സ്വസ്യഭാവം സ്വഭാവം. അപ്പോൾ ജന്മനാ തന്നെ നൈസർഗികമായിട്ട് മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള സ്വഭാവം എന്താണ്, മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്, മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള, അവൻ്റെ മാനസികമായിട്ടുള്ള, അവൻ്റെ ശാരീരികമായിട്ടുള്ള, അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും പ്രതിപാദിച്ചു എന്നർത്ഥം. അതെങ്ങനെ പ്രതിപാദിച്ചു? യഥാവർണം യഥാശ്രമം, വർണ്ണങ്ങളെ അനുസരിച്ചും ആശ്രമങ്ങളെ അനുസരിച്ചും. വൈദികമായ ജീവിതത്തിൽ, വൈദിക ധർമാചരണത്തിൽ വളരെ പ്രധാനമാണ് ചാതുർവർണ്ണ്യം, ചതുരാശ്രമങ്ങൾ. ചാതുർവർണ്ണത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ എന്ന് പറയുന്ന 4 തരം വർണ്ണങ്ങൾ. അപ്പോൾ മനുഷ്യരുടെ സ്വഭാവപരമായിട്ടുള്ള പ്രത്യേകതകൾ പറയുമ്പോൾ അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് ചാതുർവർണ്ണ്യം. ഇവരുടെ സത്വഗുണ, രജോ ഗുണ, തമോ ഗുണ ഭാവങ്ങൾക്കനുസരിച്ചിട്ടും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടും വന്നു ചേരുന്ന
അവരുടെ വർണ്ണധർമ്മം, ആ ധർമ്മങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. യഥാ ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെയുള്ള 4 തരം ആശ്രമങ്ങൾ, ചതുരാശ്രമങ്ങളെ കൂടി വിശദീകരിച്ചുകൊണ്ടും, പിന്നീട് വൈരാഗ്യ രാഗോപാധിഭ്യാം, വൈരാഗ്യം, രാഗം എന്നിവയുടെ ഉപാധികളെ കൊണ്ട്, അല്ലെങ്കിൽ ഉപാധികളെ സംബന്ധിച്ച്, വൈരാഗ്യം, രാഗം ഇവ രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. രാഗം ഇല്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം. രാഗം എന്ന പദത്തോട് വി എന്ന ഉപസർഗം ചേർക്കുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള അർത്ഥം കിട്ടും. വിഗതമായ രാഗം ആണ് വിരാഗം. ആ വിരാഗത്തിന്റെ ഭാവമാണ് വൈരാഗ്യം. വൈരാഗ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് വേറെ ചില അർത്ഥങ്ങൾ നമ്മൾ കൽപ്പിക്കാറുണ്ട്. അത് ശരിയല്ല. സംസ്കൃത ഭാഷയിൽ വൈരാഗ്യം എന്ന് വെച്ചാൽ രാഗം, അതായത് ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക, തൃഷ്ണ ഇല്ലാതിരിക്കുക. രാഗം എന്ന് വെച്ചാൽ ഏതെങ്കിലും വസ്തുവിനോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ, എല്ലാ തരത്തിലുള്ള ഇഷ്ടങ്ങളും ത്യജിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് വിരാഗം എന്ന് പറയുന്നത്. വിരാഗമായിരിക്കുന്ന അവസ്ഥയെ വൈരാഗ്യം എന്ന് പറയുന്നു. അപ്പൊ വൈരാഗ്യവും രാഗവും ഇവിടെ ശ്രീധരാചാര്യ പറഞ്ഞിരിക്കുന്നു, വൈരാഗ്യ രാഗാഭ്യാം ഉപാധിഭ്യാം. വൈരാഗ്യരാഗങ്ങളാകുന്ന ഉപാധികളെ കൊണ്ട്. അപ്പൊ വൈരാഗ്യം, വിരാഗം, രാഗം ഈ 2 കാര്യങ്ങളുടെയും ഉപാധികൾ എന്താണ്? പ്രവൃത്തി, നിവൃത്തി ധർമ്മങ്ങളാണ്. വേദങ്ങളിൽ വേദപ്രോക്തമായ 2 പ്രധാന ധർമ്മങ്ങളാണ് പറയപ്പെട്ടിട്ടുള്ളത്, വേദപ്രോക്തമായിട്ടുള്ളത്. അതായത് ഒന്ന് പ്രവൃത്തിധർമ്മം, മറ്റൊന്ന് നിവൃത്തിധർമ്മം. പ്രവൃത്തിധർമ്മം എന്ന് പറയുന്നത് ജീവിത സുഖങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതിൽ ഈ ആശ്രമധർമ്മം, വർണ്ണധർമ്മം ഒക്കെ തന്നെ പ്രവൃത്തിധർമ്മമായിട്ടാണ് വരിക. അതൊക്കെ നമുക്ക് ധർമാചരണം ചെയ്തിട്ട് ദേവന്മാരെയും ഒക്കെ സന്തോഷിപ്പിച്ച് ഈശ്വര ആരാധന ചെയ്തിട്ട് ജീവിത സുഖങ്ങൾ, അത് ഇഹലോക സുഖവും പരലോക സുഖവും നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങൾ അടങ്ങിയതാണ് ഈ വർണ്ണാശ്രമ ധർമ്മപരമായിട്ടുള്ള നമ്മുടെ ജീവിതചര്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവയൊക്കെ ചേർത്തുകൊണ്ട്, അതുപോലെ പിതൃകർമ്മങ്ങൾ, മറ്റ് പലതരം കർമ്മങ്ങൾ, ദേവകർമ്മങ്ങൾ, പിതൃകർമ്മങ്ങൾ, പലതരം യജ്ഞങ്ങൾ, ഇതൊക്കെ തന്നെ പ്രവൃത്തി ധർമ്മമാണ്. ആ പ്രവൃത്തി ധർമ്മം മെല്ലെ മെല്ലെ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാക്കിയിട്ട്, ആ ചിത്തശുദ്ധി വരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈശ്വരങ്കലേക്ക്, ബ്രഹ്മ എന്ന് പറയുന്ന നിത്യസത്യവസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ വരികയും ക്രമേണ ഈ കർമ്മങ്ങളോടുള്ള നമ്മുടെ താല്പര്യം, നമുക്ക് കർമ്മങ്ങളോടുള്ള ആ ഒരു ആഗ്രഹം, അതിനോടുള്ള ഒരു ബന്ധനം മെല്ലെ മെല്ലെ അഴിഞ്ഞഴിഞ്ഞ് വരികയും ചെയ്യും. ക്രമേണ ഒടുവിൽ നമുക്ക് ഈശ്വര ശ്രദ്ധ മാത്രമായിട്ട് മാറുകയും പരമമായ ആ സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ നമ്മുടെ മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ അതിനെയാണ് നിവൃത്തി ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രവൃത്തിധർമ്മം അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വന്ന് നിവൃത്തിധർമ്മം എന്ന് പറയുന്ന ഈശ്വര സാക്ഷാത്കാരപരമായിട്ടുള്ള തലത്തിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ അന്തരംഗത്തിൻ്റെ വളർച്ചയാണ് ഇവിടെ വേദങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പ്രവൃത്തിധർമ്മം ആദ്യം, പിന്നീട് നിവൃത്തിധർമ്മം. ഈ പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങളെ സംബന്ധിച്ച, അല്ലെങ്കിൽ ആ ധർമ്മങ്ങളുടെ ലക്ഷണങ്ങൾ അടുത്ത പദത്തിൽ പറഞ്ഞിരിക്കുന്നു. ആംനാദോഭയ ലക്ഷണാൻ, ആംനാദമായ ലക്ഷണങ്ങളെ, അതായത് ആംനാദം എന്ന് വെച്ചാൽ പറയപ്പെട്ടത് എന്നർത്ഥം. പറയപ്പെട്ടതായ ഉഭയലക്ഷണൻ, 2 തരത്തിലുള്ള ലക്ഷണങ്ങൾ, അതായത് പ്രവൃത്തി നിവൃത്തി ലക്ഷണങ്ങളെ ആണ് അദ്ദേഹം ചോദിച്ചത് എന്നാണ്. ഇനി ആ അടുത്ത 2 ശ്ലോകത്തോടു കൂടിയിട്ടാണ് അതിൻ്റെ അർത്ഥം പൂർത്തിയാക്കുന്നത്. ഇവയാണ് അദ്ദേഹം ചോദിച്ചത്. പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള വൈരാഗ്യ, അല്ലെങ്കിൽ പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതായ രാഗം, വൈരാഗ്യം എന്നീ ഉപാധികളെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചു എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അദ്ദേഹം ചോദിച്ച മറ്റു കാര്യങ്ങൾ: ദാനധർമാൻ, രാജധർമാൻ, മോക്ഷധർമാൻ, വിഭാഗശഃ, സ്ത്രീധർമാൻ, ഭഗവദ്ധർമാൻ, സമാസവ്യാസയോഗതഃ. ദാനധർമ്മങ്ങൾ, ദാനം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ദാനധർമ്മം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ ദാനത്തിന്റെ സ്വഭാവം എന്താണ്? ആർക്കാണ് ദാനം കൊടുക്കേണ്ടത്? ആർക്കാണ് ദാനം കൊടുത്തുകൂടാത്തത്? എപ്പോഴാണ് ദാനം കൊടുക്കേണ്ടത്? എപ്പോഴാണ് ദാനം കൊടുത്തുകൂടാത്തത്? ഇങ്ങനെയൊക്കെയുണ്ട്. ദേശകാല വിഭാഗം വെച്ചുകൊണ്ടാണ്
ദാനം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൻ്റെ ദാനത്തിന് അധികാരി ആരാണ്, ദാനം ചെയ്യേണ്ടത് ആരാണെന്നും ദാനം വാങ്ങേണ്ടത് ആരാണ് എന്നുള്ളതിനും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ കൃത്യമായ നിർവചനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, ഓരോ ദാനത്തിൻ്റെയും ഫലം എന്താണ്, അതിൻ്റെ വിധി എങ്ങനെയാണ് എങ്ങനെ അതിൻ്റെ നിഷേധങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്നതാണ് ദാനധർമ്മം എന്ന് പറയുന്ന വലിയൊരു പ്രകരണം തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ. മറ്റൊന്ന് രാജധർമ്മം. അതിവിപുലമായിട്ടുള്ള, പ്രത്യേകിച്ച് മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിൽ വളരെ വിസ്താരമായിട്ട് ഏറ്റവും വിസ്തരിച്ച് പറഞ്ഞത് രാജധർമ്മമാണ്. കാരണം പറയുന്ന ആള് രാജകുടുംബത്തിൽപ്പെട്ട ക്ഷത്രിയനായ ഭീഷ്മരാണ്. ഉപദേശം കേൾക്കുന്നതും ഇനി തുടർന്ന് രാജ്യം ഭരിക്കേണ്ടതായ, ലോകം അടക്കി ഭരിക്കേണ്ടതായ യുധിഷ്ഠിരൻ എന്ന ആ ചക്രവർത്തിയാണ്. അപ്പോൾ രാജധർമ്മത്തെ, ക്ഷത്രിയധർമ്മത്തെ കൂടുതൽ വിശദമായിട്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. മോക്ഷധർമ്മം എന്ന് പറയുന്നത് എല്ലാ വർണ്ണങ്ങളിലുംപ്പെട്ട എല്ലാ ആളുകൾക്കും പ്രയോഗിക്കേണ്ടതായ ധർമ്മശാസ്ത്രമാണ്. ആ മോക്ഷധർമ്മം എന്ന് പറയുന്നത് ശമദമാദീൻ ശമം ദമം, ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മോക്ഷധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ വിഷയവികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയും. അതിനുവേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങളെയാണ് മോക്ഷധർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ഫലം എന്താണ്? മോക്ഷമാണ് അതിൻ്റെ ഫലം, ഈശ്വര സാക്ഷാത്കാരമാണ് അതിൻ്റെ ഫലം. അപ്പം ആ മോക്ഷധർമ്മത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ച് ആ ഭീഷ്മരോട് അദ്ദേഹം ചോദിച്ചു. വിഭാഗശ എന്ന് വെച്ചാൽ ഓരോന്നും ഓരോ വിഭാഗമായിട്ട് തന്നെ ചോദിച്ചു, പ്രത്യേകം എടുത്ത് ചോദിച്ചു. സ്ത്രീധർമ്മം, സ്ത്രീകളുടെ ധർമ്മം എന്താണ്, സ്ത്രീകൾ ജനിച്ചത് തൊട്ട് അവർ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ആചരണങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീകളെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, സ്ത്രീകളെ രക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണ്, സ്ത്രീകൾക്ക് കുടുംബത്തിലുള്ള സ്ഥാനം എന്താണ്, സമൂഹത്തിലുള്ള സ്ഥാനം എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ത്രീധർമ്മങ്ങളായിട്ട് പറഞ്ഞു. ഭഗവത് ധർമാൻ എന്ന് വെച്ചാൽ ഭാഗവത ധർമ്മം എന്ന ഒരു അർത്ഥം നമുക്ക് എടുക്കാം. എങ്കിലും മഹാഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഹരിതോഷണാൻ എന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള ധർമ്മങ്ങളെ, ഭക്തിയോഗത്തിൻ്റെ അനുഷ്ഠാനം, ഉപാസനാ പദ്ധതി, ശ്രീകൃഷ്ണ ഭഗവാനെ, പരമപുരുഷനായ ഭഗവാനെ ഉപാസിക്കാനുള്ള പദ്ധതികളെ കുറിച്ചും അദ്ദേഹം ചോദിച്ചു. തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ 28ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ എന്ത് പറയുന്നു? ഹേ മുനേ, അല്ലയോ മുനേ. ആരെയാണ് മുനേ എന്ന് വിളിക്കുന്നത്? സൂതൻ ശൗനക മഹർഷിയെ ആണ് ഇവിടെ വിളിക്കുന്നത് മുനേ. സഹോപായാൻ ധർമാർത്ഥ കാമമോക്ഷാൻ ച, ഉപായങ്ങളോട് കൂടിയ ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളെയും എന്നർത്ഥം. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, 4 പുരുഷാർത്ഥങ്ങൾ, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങളെ 4ആയിട്ട് വിഭജിച്ചുകൊണ്ട് ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങൾ. ധർമ്മം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കടമ, ഒരു മനുഷ്യൻ്റെ കടമ, അതാണ് ധർമ്മം. അർത്ഥം, കാമം എന്ന് പറയുന്നത് ജീവിത സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവലംബിക്കുന്നതായ ഉപാധികളെയാണ് പറയുന്നത്. അർത്ഥം എന്ന് വെച്ചാൽ ധനം, സമ്പത്ത്. അർത്ഥം കൊണ്ട്, സമ്പത്ത് കൊണ്ട് നേടിയെടുക്കേണ്ടതായ ജീവിത സുഖങ്ങളെ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സുഖങ്ങളെയാണ് കാമം എന്ന് പറയുന്നത്. അങ്ങനെ അർത്ഥകാമങ്ങൾ, ഈ അർത്ഥകാമങ്ങൾ നേടേണ്ടത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ഇവയൊക്കെ ചേർത്ത്, ഇവയൊക്കെ വേണ്ട രീതിയിൽ സമന്വയിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥകാമങ്ങളെ അനുഭവിച്ച് ക്രമേണ അർത്ഥകാമങ്ങളിൽ നമുക്കുള്ള താല്പര്യം, നമുക്കുള്ള രുചി കുറഞ്ഞു വന്ന് നിവൃത്തിധർമ്മത്തിലേക്ക് പ്രവേശിച്ച് മോക്ഷം എന്ന് പറയുന്ന പരമപുരുഷാർത്ഥത്തെ നമ്മൾ നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 4 ധർമ്മങ്ങളും 4 പുരുഷാർത്ഥങ്ങളും, ഈ 4 പുരുഷാർത്ഥങ്ങൾക്കും ഓരോ പലതരത്തിലുള്ള ഉപായങ്ങളുണ്ട്. ധർമ്മത്തിൻ്റെ ഉപായങ്ങൾ, അർത്ഥത്തിൻ്റെ ഉപായങ്ങൾ. അർത്ഥത്തിൻ്റെ ഉപായങ്ങളെയാണ് നമ്മൾ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. കാമത്തിൻ്റെ ഉപായങ്ങളെയാണ് കാമശാസ്ത്രം എന്ന് പറയുന്നത്. ധർമ്മത്തിൻ്റെ ഉപായങ്ങളെ ധർമ്മശാസ്ത്രം എന്ന് പറയും. മോക്ഷത്തിൻ്റെ ഉപായങ്ങളെ മോക്ഷശാസ്ത്രം എന്ന് പറയും. അപ്പോൾ ഈ 4 പുരുഷാർത്ഥങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ശാസ്ത്രങ്ങളെ, ഉപായങ്ങളെ അദ്ദേഹം ആ ഉപായങ്ങളോടൊപ്പമാണ് അതിനെക്കുറിച്ച് ചോദിച്ചത് എന്നർത്ഥം. ഇതെങ്ങനെ നേടാം എന്ന് കൂടി അദ്ദേഹം ചോദിച്ച് അറിയാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, നാനാഖ്യാനേതിഹാസേഷു എന്നാണ്. നാനാ ആഖ്യാന ഇതിഹാസേഷു, പലതരത്തിലുള്ള ആഖ്യാനങ്ങൾ, പലതരത്തിലുള്ള കഥകൾ, ഉപകഥകൾ, ഇതിഹാസങ്ങൾ. ഇങ്ങനെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള നിരവധി കാര്യങ്ങൾ, നിരവധി കഥകൾ. അതിൽ സാങ്കല്പിക കഥകൾ ഉണ്ടാകാം,
സംഭവിച്ചതായ ചരിത്ര കഥകൾ ഉണ്ടാകാം. അത്തരം കഥകളിലൊക്കെ തന്നെ യഥാ സന്തി തഥാ നാനാഖ്യാനേതിഹാസേഷു പലതരത്തിലുള്ള ആഖ്യാനങ്ങളിലും ഇതിഹാസങ്ങളിലും എന്ന് പറഞ്ഞിട്ട് അവിടെ അതിനെ എങ്ങനെയാണ് ഈ ബാക്കിയുള്ള വാക്യത്തോട് അതിനെ യോജിപ്പിക്കുക എന്നൊരു സംശയം വരുന്നത് കൊണ്ടാണ് ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞത് നാനാഖ്യാനേതിഹാസേഷു എന്ന് വെച്ചാൽ നാനാഖ്യാനേതിഹാസേഷു യഥാ സന്തി തഥാ വർണ്ണയാമാസ എന്ന് അവിടെ അന്വയിക്കണം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പലതരത്തിലുള്ള ആഖ്യാനങ്ങളിലും ഇതിഹാസങ്ങളിലും യാതൊരു രീതിയിലാണോ പറയപ്പെട്ടിട്ടുള്ളത്, യാതൊരു രീതിയിലാണോ ഉള്ളത്, അതേ രീതിയിൽ തത്വത്തെ അറിയുന്നവനാണ് തത്വവിത്ത് ഭീഷ്മർ. തത്വവിത്ത് വർണ്ണയാമാസ, അദ്ദേഹം അതിനെ വർണ്ണിച്ചു. അപ്പൊ ഇവിടെ യുധിഷ്ഠിരൻ ചോദിച്ചു എന്ന് 25-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഋഷീണാം അനുശൃണ്ണതാം അപൃച്ഛത് എന്ന് പറഞ്ഞു, യുധിഷ്ഠിരൻ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 26, 27, 28 ശ്ലോകങ്ങളിലായിട്ട് അവയ്ക്കുള്ള മറുപടിയായിട്ട് ഭീഷ്മപിതാമഹൻ ഓരോ മനുഷ്യവിശേഷത്തിൻ്റെയും സ്വഭാവങ്ങളെക്കുറിച്ച്, ഇവരുടെ ജീവിത രീതികളെക്കുറിച്ച് പറഞ്ഞു. അതിനെ വർണ്ണ ആശ്രമ വ്യവസ്ഥകൾക്കനുസരിച്ചിട്ടാണ് മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് വിവരിച്ചത്. പിന്നെ വൈരാഗ്യം, രാഗം മുതലായിട്ടുള്ള എന്നീ ഉപാധികളെ സംബന്ധിക്കുന്ന പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങൾ, വേദങ്ങളിൽ ശാസ്ത്രങ്ങൾ പറയപ്പെട്ടിട്ടുള്ള ആ ധർമ്മങ്ങളെക്കുറിച്ച്, പ്രവൃത്തി നിവൃത്തി ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ദാനധർമ്മങ്ങൾ, രാജധർമ്മങ്ങൾ, മോക്ഷധർമ്മങ്ങൾ എന്നിവ പ്രത്യേകം വിഭജിച്ച് പറഞ്ഞുകൊടുത്തു. സ്ത്രീധർമ്മങ്ങളെ വിശദീകരിച്ചു. ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ളതായ ഭഗവത് ധർമ്മങ്ങളെ പറഞ്ഞുകൊടുത്തു. അതുപോലെ അല്ലയോ മഹർഷേ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ അവയുടെ ഉപായങ്ങളോടൊപ്പം തന്നെ പലതരത്തിലുള്ള ആഖ്യാനങ്ങളിലും ഇതിഹാസങ്ങളിലും ഏത് രീതിയിലാണോ പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ തത്വജ്ഞാനിയായ ഭീഷ്മർ വർണ്ണിക്കുകയുണ്ടായി എന്നാണ് ഈ 3 ശ്ലോകങ്ങളുടെ അർത്ഥം. ഇനി നമുക്ക് 29-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ധർമ്മം പ്രവദതസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോർവാഞ്ചിതസ്തോത്തരായണ. ധർമ്മം പ്രവദതസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോർവാഞ്ചിതസ്തോത്തരായണ. ധർമ്മം പ്രവദതഃ തസ്യ സഹ കാലഃ പ്രത്യുപസ്ഥിതഃ യഃ യോഗിനഃ ഛന്ദമൃത്യോഃ വാഞ്ചിതഃ തു ഉത്തരായണഃ. ഇങ്ങനെയാണ് പദച്ഛേദം ചെയ്യേണ്ടത്. ഇനി ആ ശ്ലോകത്തെ എങ്ങനെയാണ് അന്വയിക്കേണ്ടത് നോക്കൂ. ധർമ്മം പ്രവദതഃ തസ്യ സഹ കാലഃ പ്രത്യുപസ്ഥിതഃ ഛന്ദമൃത്യോഃ യോഗിനഃ വഞ്ചിതഃ യഃ ഉത്തരായണഃ. ഇങ്ങനെയാണ് അന്വയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ധർമ്മം പ്രവദതഃ തസ്യ എന്ന് വെച്ചാൽ ധർമ്മം പറയുന്നവനായ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നും ഷഷ്ഠി വിഭക്തി ആയതുകൊണ്ട് അങ്ങനെ പറയാം. ധർമ്മം പറയുന്നവനായിട്ടുള്ള അദ്ദേഹത്തിന് സഹ കാലഹ പ്രത്യുപസ്ഥിത. സഹ എന്ന് വെച്ചാൽ അത്, ആ എന്നർത്ഥം. അവൻ അല്ലെങ്കിൽ അവൻ, അത് ആ കാലം എന്നാണ്. സഹ കാലഹ, കാലഹ പുല്ലിംഗമായതുകൊണ്ട് സഹ എന്ന ഒരു സർവനാമമാണ് ചേർത്തിരിക്കുന്നത്. ആ കാലൻ അല്ലെങ്കിൽ ആ കാലം പ്രത്യുപസ്ഥിത സമീപിച്ചു, അടുത്തു വന്നു. ആ കാലം അടുത്തു വന്നു. ധർമ്മത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനായ ആ ഭീഷ്മപിതാമഹന്റെ അടുത്തേക്ക് ആ കാലം വന്നു ചേർന്നു എന്നാണ്. ഏതാണ് കാലം? ഛന്ദമൃത്യോഹോ യോഗിനഃ വാഞ്ചിതഃ യഃ ഉത്തരായണഃ. മൃത്യുവായിട്ടുള്ള യോഗിക്ക് ഇഷ്ടമായിട്ടുള്ള യാതൊരു ഉത്തരായണ കാലമുണ്ടോ ആ കാലം വന്നു ചേർന്നു എന്നാണ്. എന്താണ് ഛന്ദമൃത്യു എന്ന് വെച്ചാൽ? ഭീഷ്മർക്ക് ദേവവ്രതനായിരിക്കുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്തതായ ഭീഷ്മമായ ആ പ്രതിജ്ഞയിൽ സന്തോഷിച്ചിട്ട് തൻ്റെ അച്ഛൻ്റെ കാമപൂർത്തിക്ക് വേണ്ടിയിട്ട്, ആ ദാശകന്യകയെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഭീഷ്മർ തൻ്റെ രാജ്യാധികാരവും അതുപോലെ തൻ്റെ വിവാഹ ജീവിതത്തെയും ത്യജിച്ചുകൊണ്ടുള്ള ഒരു ഭീഷ്മ പ്രതിജ്ഞ എടുത്തപ്പോൾ അതിൽ സന്തോഷിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛനായ ശാന്തനു
കൊടുത്ത ഒരു വരമാണ് നീ സ്വച്ഛന്ത മൃത്യുവായിരിക്കും എന്നുള്ള വരം. എന്ന് വെച്ചാൽ ഏത് സമയത്താണോ നിനക്ക് മരിക്കാൻ ആഗ്രഹമുള്ളത് ആ സമയത്ത് മരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ വരം. പക്ഷെ സാധാരണഗതിയിൽ യോഗിമാർ ഛന്ദമൃത്യുക്കളായിരിക്കും. ഛന്ദമൃത്യു എന്ന് വെച്ചാൽ എന്താണ്? ഛന്ദേനേച്ഛയാ മൃത്യുഹു യസ്യ സ ഛന്ദമൃത്യുഹു. ഛന്ദേന, ഛന്ദ എന്ന് വെച്ചാൽ ഇച്ഛ, ഛന്ദേന എന്ന് വെച്ചാൽ ഇച്ഛയാ. ആഗ്രഹപ്രകാരം മരണം ആർക്കുണ്ടോ അവനാണ് ഛന്ദമൃത്യു. എങ്ങനെ മരിക്കണം, എപ്പോൾ മരിക്കണം എന്ന് സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തൻ്റെ ഇച്ഛക്കനുസരിച്ചിട്ട് മരിക്കാൻ സാധിക്കുന്ന ആളിനെ ഛന്ദമൃത്യു എന്ന് പറയാം. അപ്പോൾ ആ ഛന്ദമൃത്യോഹോ എന്നുള്ളത് അതിൻ്റെ ഷഷ്ഠി വിഭക്തിയാണ്. ഛന്ദമൃത്യു ആയിരിക്കുന്ന ആളിന്, ആർക്ക്? യോഗിനഹ, യോഗിക്ക്. യോഗിമാരാണ് ഇങ്ങനെ ഛന്ദമൃത്യു ആയിരിക്കുക. അങ്ങനെയുള്ള യോഗിമാർക്ക് വാഞ്ചിതഹ യഹ കാല, അവർ ഇഷ്ടപ്പെടുന്ന കാലം, അവർക്ക് വാഞ്ചിതമായ, അവർക്ക് അഭീഷ്ടമായിരിക്കുന്ന കാലം ഏതാണ്? അത് ഉത്തരായണമാണ്. ആ ഉത്തരായണ കാലമാണ് ഇവിടെ സമീപത്ത് വന്നിരിക്കുന്നത് എന്നർത്ഥം. ഭീഷ്മരുടെ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് മാഘമാസത്തിലെ അഷ്ടമി തിഥിയാണ്. ആ അഷ്ടമി തിഥിക്കാണ് നമ്മൾ ഭീഷ്മാഷ്ടമി എന്ന് പറയാറുണ്ട്. ഭീഷ്മാഷ്ടമി തൊട്ട് ഉത്തരായണ കാലമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പം മാഘമാസം വരുന്നത് ഏകദേശം മകരം കുംഭം മാസത്തിൻ്റെ ആ സമയത്താണ്. മകരം 1 വരുന്നതോടുകൂടി ഉത്തരായണ കാലം വന്നു ചേർന്നു. മകരം 1 ആരംഭിക്കുന്ന ഉത്തരായണ കാലം അവസാനിക്കുന്നത് മിഥുനം 31, നമ്മുടെ മലയാള മാസമായ മലയാളത്തിൽ പറയുമ്പോൾ 31, ചിലപ്പോൾ 32 ഒക്കെ ഉണ്ടാകാം. ഏതായാലും ആ മിഥുന മാസത്തോടു കൂടിയിട്ടാണ് ഈ ഉത്തരായണ കാലം അവസാനിക്കുന്നതും കർക്കിടകം 1 ദക്ഷിണായന കാലം ആരംഭിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഉത്തരായണ കാലത്ത് സൂര്യൻ ഈ ഉത്തരായണ രേഖയുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ തലക്ക് മുകളിലേക്ക് എത്തിച്ചേരുന്നവരെയും, അതായത് ഉത്തരായണ രേഖ കടന്നു പോകുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ തൊട്ട് മുകളിൽ, നേരെ മുകളിൽ എത്തിയിട്ട് ചൂട് ഏറ്റവും വർദ്ധിക്കുന്ന രീതിയിൽ, സൂര്യൻ്റെ ചൂട് വർദ്ധിക്കുന്ന രീതിയിലേക്ക് വന്നു ചേരുന്ന ആ ഒരു സൂര്യൻ്റെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള യാത്ര, അതിനെയാണ് ആ കാലം 6 മാസക്കാലമാണ്. 6 മാസക്കാലത്തെയാണ് ഉത്തരായണം എന്ന് പറയുന്നത്. തിരിച്ച് കർക്കിടകം 1 തൊട്ട് സൂര്യൻ എന്ത് ചെയ്യുന്നു? അവിടുന്ന് തെക്കോട്ട് യാത്ര തുടരുന്നു. മകരം 1 ആകുമ്പോഴേക്കും ഏറ്റവും തെക്ക് ഭാഗത്തേക്കുള്ള ദക്ഷിണായന രേഖയുടെ അടുത്തെത്തുമ്പോൾ സൂര്യൻ നമ്മളിൽ നിന്നും വളരെ അകലെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് കൊടിയ തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ ദക്ഷിണായന കാലം 6 മാസം. ഇങ്ങനെ ഉത്തരായണവും ദക്ഷിണായനവും 6 വീതം മാസങ്ങൾ ചേർന്നതാണ്. ഇത് രണ്ടും ചേർന്നാണ് ഒരു വർഷം. 2 അയനങ്ങളാണ് ഒരു വർഷത്തിലുണ്ടായിരിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ ഉത്തരായണ കാലം എന്താണ്? യോഗിമാർക്ക് മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും ഉചിതമായ സമയമാണ്. അവർ അങ്ങനെ ആഗ്രഹിക്കുന്നു. കാരണം ഉത്തരായണ കാലത്ത് ആരാണോ പ്രാണത്യാഗം അല്ലെങ്കിൽ ശരീരത്യാഗം ചെയ്യുന്നത്, ആ ശരീരത്യാഗം ചെയ്യുന്ന ആള് സൂര്യമാർഗത്തിലൂടെ മോക്ഷത്തെ നേടുന്നു. അല്ലെങ്കിൽ അവർ തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഹ, ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ സൂര്യമാർഗത്തിലൂടെ പോകുന്ന യോഗിമാർ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നില്ല, അവർക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ല. അഗ്നിർജ്യോതിരഹ ശുക്ല ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഹ. അഗ്നി, ജ്യോതിസ്, അഹസ് അതായത് പകല്, ശുക്ലപക്ഷം വെളുത്തപക്ഷം, അതുപോലെ ഉത്തരായണം എന്ന് പറയുന്ന 6 മാസക്കാലം, ഈ കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ വസ്തുക്കളൊക്കെ തന്നെ ഒരു മനുഷ്യൻ്റെ, യോഗി ആയിരിക്കുന്ന ഒരു മനുഷ്യന് തിരിച്ചു വരവില്ലാത്ത വിധം സദ്ഗതി നേടാനുള്ള മാധ്യമങ്ങളാണ്, ഉപാധികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ശരീരം ഉപേക്ഷിക്കുന്ന യോഗിക്ക് ബ്രഹ്മ ഗച്ഛന്തി, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് ബ്രഹ്മവിത്തുകളായ ജനങ്ങൾ പറയുന്നു എന്നാണ്. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറയുന്നു തുടർന്ന്, അല്ലാത്ത മാർഗമുണ്ടോ? അല്ലാതെ വേറെ മാർഗത്തിൽ ഒരു യോഗിക്ക് ശരീരം ത്യജിക്കാൻ സാധിക്കുമോ? സാധിക്കും. എങ്ങനെ? ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷണ്മാസ ദക്ഷിണായനം. ധൂമം, അഗ്നിക്ക് വിപരീതമായിട്ടുള്ളതാണ് ധൂമം, പുക. രാത്രി, ഇരുട്ട് ആയിട്ടുള്ള സമയം. തഥാ കൃഷ്ണപക്ഷം, പിന്നെ 6 മാസം ഉള്ള ദക്ഷിണായന കാലം. തത്ര ചാന്ദ്രമാസം ജ്യോതിർയോഗി പ്രാപ്യ നിവർത്തതേ. ഈ കാലഘട്ടത്തിന് ചാന്ദ്രമാസം എന്ന് പറയും. ചാന്ദ്രമാർഗമാണ്. ഈ ചാന്ദ്രമാർഗത്തിൽ കൂടെ ആണ് ഈ സമയത്ത് മരിക്കുന്ന ആളുകൾ അവരുടെ പ്രാണന്റെ ഗതി ഉണ്ടായിരിക്കുക, ജീവന്റെ ഗതി ഉണ്ടായിരിക്കുക. അങ്ങനെ ജീവൻ ഊർധ്വഗതി പ്രാപിക്കുന്ന ആളുകൾ എന്ത് സംഭവിക്കുന്നു?
സ്വർഗലോകം അല്ലെങ്കിൽ വരുണലോകം, യമലോകം, മറ്റ് പലതരത്തിലുള്ള പുണ്യലോകങ്ങളെയൊക്കെ തന്നെ പ്രാപിച്ച ശേഷം ആ ലോകത്ത് നിന്ന് വീണ്ടും പുണ്യം ക്ഷയിച്ചിട്ട് വീണ്ടും അവർ ഭൂമിയിലേക്ക് തന്നെ വന്ന് മനുഷ്യജന്മത്തിൽ വീണ്ടും അവർക്ക് സംസരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് യോഗി പ്രാപ്യ നിവർത്തത, അവർ തിരിച്ചു വരുന്നു പുണ്യലോകങ്ങളെ അനുഭവിച്ചിട്ട്. ശുക്ലകൃഷ്ണേ ഗതീശ്യതേ ജഗത ശാശ്വതയെ മതേ. ഇങ്ങനെ ശുക്ലമാർഗം, കൃഷ്ണമാർഗം എന്നിങ്ങനെ 2 തരം മാർഗങ്ങളുണ്ട്. ശുക്ലമാർഗത്തിൽ ഗമിക്കുന്ന ആളുകൾ തിരിച്ചു വരില്ല, കൃഷ്ണമാർഗത്തിൽ പോകുന്ന ആളുകൾ തിരിച്ചു വരുന്നു. കൃഷ്ണമാർഗം എന്ന് വെച്ചാൽ ഈ കറുത്ത പക്ഷത്തിലും അതുപോലെ ദക്ഷിണായനത്തിലും എത്തിയൊക്കെയാണ് ഇവിടെ കൃഷ്ണം എന്ന് പറഞ്ഞ ധൂമം, പുക, അതായത് വെളിച്ചമില്ലാത്ത സമയം, രാത്രികാലം, ഇതൊക്കെയാണ് യോഗിമാർ. ഈ സമയത്തൊക്കെ യോഗിമാർ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരുന്ന രീതിയിലുള്ള ഊർധ്വഗതിയാണ് അവർക്കുണ്ടാവുക എന്ന് പറയുന്നു. അതുകൊണ്ട് സാധാരണ യോഗിമാർ ആഗ്രഹിക്കുക എന്താണ്? ഇനി തിരിച്ചു വരണ്ട എന്നാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് അവർ ഛന്ദമൂർത്തികളായ യോഗിമാർ ഉത്തരായണ കാലത്താണ് തൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക. പകൽ സമയത്തായിരിക്കും, ശുക്ലപക്ഷത്തിലായിരിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വ്യാസൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഉത്തരായണ കാലം വന്നു ചേർന്നു. ഭീഷ്മർക്ക് ഛന്ദമൃത്യുവായ സ്വച്ഛന്ദമൃത്യുവായിരിക്കുന്ന ഭീഷ്മർക്ക് മോക്ഷം പ്രാപിക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യാസൻ പറയുന്നത്. ധർമ്മം പ്രവദതസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോർവാഞ്ചിതസ്തോത്തരായണ. അടുത്ത ശ്ലോകം നോക്കൂ. അടുത്ത ശ്ലോകം വ്യാസന് ഒരു ഭക്തി ആവേശം ഉണ്ടായത് പോലെയാണ്. അദ്ദേഹം വൃത്തത്തിൽ അല്പം ഒരു മാറ്റം വരുത്തി. ഉപേന്ദ്രവജ്ര എന്ന് പറയുന്ന മറ്റൊരു വൃത്തം, സാധാരണ അഷ്ടപ വൃത്തത്തിൽ മാത്രം പറഞ്ഞു വന്നിരുന്ന വ്യാസൻ പെട്ടെന്ന് ഉപേന്ദ്രവജ്ര എന്ന് പറയുന്ന അല്പം ഒരു വലിയ വൃത്തത്തിൽ എഴുതുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഭീഷ്മർക്കുണ്ടായ ആ ഭാവമാറ്റം, ഭീഷ്മർ മരണത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആ സന്ദർഭം പറയുമ്പോൾ വ്യാസന് ഒരു ആവേശം ഉണ്ടായി എന്നാണ് വ്യാസന്റെ രചനാശൈലി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്താണ് ശ്ലോകത്തിൽ പറയുന്നത്? തദോപസംഹൃത്യ ഗിരസഹസ്രണീർവിമുക്ത സംഗം മന ആദിപൂരുഷേ കൃഷ്ണേ ലസത്തീതപടേ ചതുർഭുജേ പുരസ്ഥിതേ മീലദൃഗ്വ്യധാരയത്. തദോപസംഹൃത്യ ഗിരസഹസ്രണീർവിമുക്ത സംഗം മന ആദിപൂരുഷേ കൃഷ്ണേ ലസത്തീതപടേ ചതുർഭുജേ പുരസ്ഥിതേ മീലിതദൃഗ്വ്യധാരയത്. തദാ ഉപസംഹൃത്യ ഗിരഃ സഹസ്രണീഃ വിമുക്തസംഗം മനഃ ആദിപൂരുഷേ കൃഷ്ണേ ലസത്തീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിതദൃക് വ്യധാരയത്. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. തദോപസംഹൃത്യ ഗിരസഹസ്രണീർവിമുക്തസംഗം മന ആദിപൂരുഷേ കൃഷ്ണേ ലസത്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ മീലിതദൃഗ്വ്യധാരയത്. ഇനി ആ ശ്ലോകത്തിന്റെ അന്വയം നമുക്ക് പരിശോധിക്കാം. സഹസ്രണീഹി തദാ ഗിരഃ ഉപസംഹൃത്യ ലസത്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ ആദിപൂരുഷേ കൃഷ്ണേ വിമുക്തസംഗം മനഃ അമീലിതദൃക് വ്യധാരയത്. ലളിതമാണ് എങ്കിൽ ഞാൻ വിശദീകരിക്കാം. സഹസ്രണീഹി എന്നുള്ള പദം, സഹസ്രണീഹി എന്ന് വച്ചാൽ ഒരു സവിശേഷമായ ഒരു പദമാണ്. ശ്രീധരാചാര്യ സ്വാമികൾ ഈ പദത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് യുദ്ധേ സമീപസ്ഥാൻ സഹസ്രം രഥിനഃ നയതി പാലയതി ഇതി സഹസ്രണീഹി ഭീഷ്മഃ എന്നാണ്. ഭീഷ്മരുടെ ഒരു വിശേഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ സഹസ്രണീഹി എന്ന് വെച്ചാൽ? യുദ്ധത്തിൽ സമീപസ്ഥാൻ സഹസ്രം രഥിനഃ നയതി പാലയതി, തൻ്റെ ചുറ്റുപാടുമുള്ള 1000 രഥത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന 1000 രഥികളെ, 1000 യോദ്ധാക്കളെ പാലിക്കുന്നവനെയാണ് സഹസ്രണീഹി എന്ന് പറയുക. അപ്പോൾ ആ യോദ്ധാവിൻ്റെ, ഈ പാലിക്കുന്ന സഹസ്രണീ ആയിരിക്കുന്ന യോദ്ധാവിൻ്റെ ശൗര്യം എന്തായിരിക്കും, പരാക്രമം എന്തായിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുക. അപ്പോൾ ഭീഷ്മര് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ രഥത്തിൽ നിൽക്കുകയും തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയും തൻ്റെ ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തൻ്റെ പരാക്രമം പ്രയോഗിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ
തനിക്ക് ചുറ്റുപാട് നിൽക്കുന്നവരായ 1000 യോദ്ധാക്കളെ, അതും രഥത്തിൽ യുദ്ധം ചെയ്യുന്നവരായ 1000 യോദ്ധാക്കളെ രക്ഷിക്കുന്ന കാര്യം കൂടി അദ്ദേഹം ഏറ്റെടുക്കും. അപ്പോൾ തന്നെയും തൻ്റെ കൂടെ 1000 ആളുകളെയും രക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന മഹാപരാക്രമിയായ ആളിനെയാണ് സഹസ്രണീഹി എന്ന് പറയുക. ഇനി ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നു, ഇനി ചില പാഠങ്ങളിൽ, ചില പുസ്തകങ്ങളിൽ സഹസ്രിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പാഠങ്ങൾ അങ്ങനെ വന്നേക്കാം. സഹസ്രിണി, സഹസ്രി, സറ എന്ന് എഴുതിയിട്ട് ഒരു വള്ളി, അപ്പോൾ സഹസ്രി എന്ന് വരും. സഹസ്രിണീഹി എന്നാണ് പാഠം നമ്മൾ ചില പുസ്തകങ്ങൾ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എടുക്കേണ്ടതാണ്. എന്തെടുക്കണം? ഇത് പാഠേ സഹസ്രാർത്ഥവതീഹി ഗിരഹ എന്ന് വെച്ചാൽ 1000 അർത്ഥങ്ങളുള്ള വാക്കിനെ പറഞ്ഞു എന്ന് നമ്മൾ എടുക്കണം. ആര്? അമീലിത ദൃക് ആയിരിക്കുന്ന ഭീഷ്മർ 1000 അർത്ഥങ്ങളുള്ള വാക്കിനെ പറഞ്ഞു എന്നുള്ള അർത്ഥം കൂടി വരും. അപ്പോൾ അവിടെ സഹസ്രണീഹി ആണെങ്കിൽ 1000 രഥികളെ രക്ഷിക്കുന്നവനെന്നും, സഹസ്രണീഹി എന്നാണെങ്കിൽ 1000 അർത്ഥങ്ങളുള്ള വാക്കിനെ പറഞ്ഞു എന്ന് നമ്മൾ അർത്ഥമെടുക്കണം. പ്രസിദ്ധമായിട്ടുള്ള പാഠം സഹസ്രണീഹി എന്ന് തന്നെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. തഥാ ഗിരഹ ഉപസംഹൃത്യ, തഥാ അപ്പോൾ, അപ്പോൾ ഗിരഹ വാക്കുകൾ, ഗിരഹ എന്ന് വെച്ചാൽ വാക്കുകൾ, ഉപസംഹൃത്യ വാക്കിനെ, ഉപസംഹരിച്ചിട്ട്, പറഞ്ഞു നിർത്തിയിട്ട്, അവസാനിപ്പിച്ചിട്ട് എന്നർത്ഥം. ഉപസംഹാരം ചെയ്തിട്ട്, പറഞ്ഞ കാര്യങ്ങൾ ഉപസംഹാരം ചെയ്തു. എന്തൊക്കെ? ദാനധർമ്മം, മോക്ഷധർമ്മം, ശ്രീധർമ്മം, ഭഗവത് ധർമ്മം എന്നൊക്കെ. സമാസവ്യാസ യോഗത, ഒരു പദം ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സമാസവ്യാസ യോഗത എന്ന് പറഞ്ഞു. അവയെ സമാസമായിട്ടും വ്യാസമായിട്ടും, സമാസം എന്ന് വെച്ചാൽ ചുരുക്കിയിട്ട്, വ്യാസമായിട്ട് പറയുക എന്ന് വെച്ചാൽ വിസ്തരിച്ച് പറയുക എന്നാണ്. ഈ ധർമ്മങ്ങളെ അദ്ദേഹം ചുരുക്കിയിട്ടും വിസ്തരിച്ചിട്ടും പറയുകയുണ്ടായി. ഇങ്ങനെ പറഞ്ഞ് ആ വാക്കുകളെ, സഹസ്രണീഹി ആയിരിക്കുന്ന ഭീഷ്മർ ആ വാക്കുകളെ ഉപസംഹരിച്ചിട്ട്, ഉപസംഹൃത്യ അവസാനിപ്പിച്ചിട്ട് മനസ്സിനെ എങ്ങോട്ടാണ് വിധാരണം ചെയ്തത്? ലസത് പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ ആദിപൂരുഷേ കൃഷ്ണേ എന്ന. ലസത് പീതപടേ, ശോഭിക്കുന്ന പട്ടോട് കൂടിയിട്ടുള്ളവനെ, ശോഭിക്കുന്നതായ മഞ്ഞപ്പട്ടുകൊണ്ട് ശോഭിക്കുന്നവനായ ഭഗവാനിൽ, ചതുർഭുജേ 4 കൈകളുള്ളവനായ ഭഗവാനിൽ, പുരസ്ഥിതേ മുന്നിൽ നിൽക്കുന്നവനായ ഭഗവാനിൽ, ആദിപൂരുഷേ ആദിപുരുഷനായിരിക്കുന്ന ഭഗവാനിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പേ തന്നെ ഇവിടെ നിത്യസത്യമായിട്ട് ഇരിക്കുന്നവനായ ആ ഭഗവാനിൽ, കൃഷ്ണേ കൃഷ്ണവർണ്ണത്തിലുള്ളതായ ആ അവതാര സ്വരൂപത്തിൽ എന്ത് ചെയ്തു? വിമുക്ത സംഘം മനഃ, വിമുക്തമായ സംഘത്തോട് കൂടിയിരിക്കുന്ന മനസ്സിനെ, സംഘം എന്ന് വെച്ചാൽ ശക്തി, ചേർന്നിരിക്കുക, ഒട്ടിപ്പിടിച്ചിരിക്കുക. മനസ്സ് വിഷയങ്ങളോട് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അതിനെ സക്തമായ മനസ്സ്, സംഘമുള്ള മനസ്സ് എന്ന് പറയും. വിമുക്ത സംഘം എന്ന് പറയുമ്പോൾ സംഘം വിട്ട് വിഷയ വസ്തുക്കളോടൊന്നും തന്നെ രാഗമില്ലാതെ വിരാഗത്തെ പ്രാപിച്ച് മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് പിൻവലിച്ചിട്ട് മോചിപ്പിച്ച്, വിശേഷേണ മോചിപ്പിക്കപ്പെട്ട മനസ്സ്, ആ മനസ്സ് വിഷയങ്ങളിൽ നിന്നും മോചിപ്പിച്ച ശേഷം എവിടെയാണ് സമർപ്പിക്കേണ്ടത്? നമ്മൾ ഭഗവാനിൽ. മഞ്ഞപ്പട്ട് കൊടുത്തിരിക്കുന്ന 4 കൈകളോട് കൂടിയിരിക്കുന്നവനും തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നവനും ആദിപുരുഷനുമായിരിക്കുന്ന കൃഷ്ണനിലേക്ക് ആ മനസ്സിനെ അദ്ദേഹം വിധാരണം ചെയ്തു, വിശേഷേണ ധാരണം ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിൽ ആ ഭഗവാന്റെ സ്വരൂപത്തെ സ്വീകരിച്ചു, ധാരണം ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം. അങ്ങനെയാണ് 30ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവാനിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സംക്രമിപ്പിച്ചു എന്ന് പറയുകയാണ്. ഇനി 31ാമത്തെ ശ്ലോകം നോക്കൂ. വിശുദ്ധയാ ധാരണയാ ഹതാശുഭസ്തീക്ഷയൈവാശു ഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയ വൃത്തെ വിഭ്രമസ്തുഷ്ടാവ ജന്യം വിസർജൻ ജനാർദ്ദനം. വിശുദ്ധയാ ധാരണയാ ഹതാശുഭസ്തീക്ഷയൈവാശു ഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയ വൃത്തെ വിഭ്രമസ്തുഷ്ടാവ ജന്യം
വിസർജൻ ജനാർദ്ദനം. സന്ധി പിരിക്കാം. വിശുദ്ധയാ ധാരണയാ ഹതാശുഭഃ തദീക്ഷയാ ഏവ ആശു ഗതായുധവ്യഥഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തിവിഭ്രമഃ. ഒറ്റപദമാണ്. തുഷ്ടാവ ജന്യം വിസർജൻ ജനാർദ്ദനം. വിശുദ്ധയാ ധാരണയാ ഹത ആശുഭസ്തദീക്ഷയൈവാശുഗതായുധവ്യഥഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തിവിഭ്രമസ്തുഷ്ടാവജന്യം വിസർജൻ ജനാർദ്ദനം. ഇതിന്റെ അന്വയം: വിശുദ്ധയാ ധാരണയാ ഹതാശുഭഃ തദീക്ഷയാ ഏവ ആശു ഗത ആയുധവ്യഥഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തിവിഭ്രമഃ ജന്യം വിസർജൻ ജനാർദ്ദനം തുഷ്ടാവ. വിശുദ്ധയാ ധാരണയാ ഹതാശുഭഃ വിശുദ്ധമായ ധാരണ കൊണ്ട് ഹതമായ അശുഭത്തോട് കൂടിയവൻ. ഹതമായ അശുഭത്തോട് കൂടിയവൻ എന്ന് വെച്ചാൽ അശുഭത്തെ ഹനിച്ചവൻ, അശുഭങ്ങളെ, മനസ്സിലുള്ള തിന്മകളെ, വിഷയ സുഖ തൃഷ്ണകളെ, മനസ്സിലുള്ള രാഗ ദ്വേഷാദി വികാരങ്ങളെ ഒക്കെ തന്നെ ഹനിക്കപ്പെട്ട അശുഭങ്ങൾ എന്നർത്ഥം. അവയൊക്കെ ഹനിച്ചവൻ എങ്ങനെ? വിശുദ്ധമായ നിർമ്മലമായ ധാരണ കൊണ്ട്, ശ്രീകൃഷ്ണ സ്വരൂപ ധ്യാനം, ശ്രീകൃഷ്ണ സ്വരൂപത്തെ മനസ്സിൽ ധാരണം ചെയ്യുന്നതിലൂടെ മനസ്സിന് സകല അശുഭങ്ങളെയും ഇല്ലായ്മ ചെയ്തവനായിട്ട്. തദീക്ഷയാ ഏവ ആശു ഗതായുധവ്യഥഃ തദീക്ഷയാ അവൻ്റെ ദൃഷ്ടിപാതം കൊണ്ട്, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷം കൊണ്ട്, കാരുണ്യ കടാക്ഷം കൊണ്ട് തന്നെ, ഏവ എന്ന് വെച്ചാൽ തന്നെ, ആശു പെട്ടെന്ന് വളരെ വേഗത്തിൽ, ഗതമായ ആയുധവ്യഥയോട് കൂടിയവൻ, നീക്കപ്പെട്ട പോയി മറഞ്ഞതായ ആയുധങ്ങൾ ഏറ്റത് കൊണ്ടുള്ള വ്യഥകളോട് കൂടിയിരിക്കുന്നവൻ എന്ന് വെച്ചാൽ ആദ്യം ആയുധവ്യഥയുണ്ടായിരുന്നു, ശരങ്ങളേറ്റ വേദനയുണ്ടായിരുന്നു. ഭഗവാന്റെ കണ്ണ് അദ്ദേഹത്തിൽ പതിഞ്ഞതോടുകൂടി, ഭഗവാന്റെ അനുഗ്രഹ ദൃഷ്ടിവിശേഷം അദ്ദേഹത്തിൽ പതിഞ്ഞതോടുകൂടി സകല വേദനയും പമ്പ കടന്നു, സകല വേദനകളും ഇല്ലാതെയായി ഇരിക്കുന്നവനായ, ഇപ്പോൾ മനസ്സ് കൃഷ്ണസ്വരൂപത്തെ ധാരണം ചെയ്യുന്നതിലൂടെ പരമപവിത്രമായി തീർന്നു. ശരീരമാകട്ടെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ആയുധങ്ങളുടെ വേദന ഇല്ലാത്തവനായിട്ട് തീർന്നു. ഇനി ഭഗവാനെ പ്രാപിക്കാൻ യാതൊരു തടസ്സമില്ലല്ലോ. നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമഃ. ഒരു തടസ്സമുള്ളത് എന്താണ്? ഇന്ദ്രിയ വൃത്തികളെ കൊണ്ടുള്ള വിഭ്രമം. ഇന്ദ്രിയങ്ങളുടെ വൃത്തി, ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി മുതലായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ടാകുന്ന, ആ മനസ്സിലുണ്ടാകുന്ന പലതരം വൃത്തികൾ, കാണണം, കേൾക്കണം എന്നുള്ള ആഗ്രഹം, നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം, നല്ല മൃദുവായിരിക്കുന്ന വസ്തുക്കളെ സ്പർശിക്കണം എന്നുള്ള ആഗ്രഹം, നല്ല സുഗന്ധപൂരിതമായ വസ്തുക്കളെ മണത്തു നോക്കണം എന്നുള്ള ആഗ്രഹം, ഇതൊക്കെ ഇന്ദ്രിയ വൃത്തികളാണ്. ആ ഇന്ദ്രിയ വൃത്തികളെ കൊണ്ടുണ്ടാകുന്ന വിഭ്രാന്തി, അതാണോ ഇതാണോ ഏതാണ് സുഖം നൽകുക എന്നുള്ളതായ ആ വിഭ്രാന്തി നിവൃത്തമായി എന്ന് വെച്ചാൽ മനസ്സിൽ നിന്ന് വിട്ടുപോയി, തന്നിൽ നിന്ന് അതിനെയൊക്കെ തന്നെ മടക്കി അയച്ചു, അല്ലെങ്കിൽ അവയൊക്കെ തന്നെ ഉപസംഹാരം ചെയ്തു, അവയൊക്കെ തന്നെ ഹനിച്ചു, ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ച് ഇരിക്കുന്ന ആ വിഭ്രമത്തോട് കൂടിയവനായിട്ട്. ജന്യം വിസർജൻ. ജന്യം എന്ന് വെച്ചാൽ ശരീരത്തെ എന്നർത്ഥം. ഈ ആത്മാവിന് ശരീരത്തിൽ കുടികൊണ്ട് ജീവിതം എടുക്കാൻ കാരണമായിരിക്കുന്ന ഉപാധി ശരീരം, ആ ഉപാധി ശരീരത്തെ വിസർജൻ ഉപേക്ഷിച്ചുകൊണ്ട് ജനാർദ്ദനം തുഷ്ടാവ, ജനാർദ്ദനായിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചു. തുഷ്ടാവ സ്തുതിച്ചു. ഇനി ഭീഷ്മരുടെ സ്തുതിയാണ്. അടുത്ത ഈ 32ാമത്തെ ശ്ലോകം തൊട്ട് ഭീഷ്മരുടെ അതിമനോഹരമായ സ്തുതിയാണ്. അത് പുഷ്പിതാഗ്ര എന്ന് പറയുന്ന സംസ്കൃത വൃത്തത്തിലാണ്. മനോഹരമായ ഒരു വൃത്തമാണ്. ആ വൃത്തത്തിൽ ആണ് ഭീഷ്മര് ഭഗവാനെ സ്തുതിക്കുന്നത്. ആ ഭീഷ്മസ്തുതി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വിചാരം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.